Hey everyone, welcome back to my YouTube channel. എല്ലാവരും സുഖമായിരിക്കണമെന്ന് കരുതുന്നു. സ്റ്റഡീസും ഷിഫ്റ്റിംഗ് ഒക്കെ ആയിട്ട് നല്ല ബിസി ആയിരുന്നു. ഇപ്പോൾ ബ്രേക്കാണ്. ഹോപ്പ്ഫുള്ളി ഐ ക്യാൻ ഷെയർ മാക്സിമം നമ്പർ ഓഫ് വീഡിയോസ് നൗ. എനിവേസ്, ഇന്ന് ഞാൻ 6 month ഓൾഡ് ബേബിയുടെ ഒരു ഡെയിലി റുട്ടീനായിട്ടാണ് വന്നിട്ടുള്ളത്. ഓൾസോ കുറച്ച് ആക്ടിവിറ്റീസും മൈൽ സ്റ്റോൺസും കൂടി മെൻഷൻ ചെയ്യുന്നുണ്ട്. ദിസ് ഇസ് ശ്രീലക്ഷ്മി മഠത്തിൽ. യു ക്യാൻ കോൾ മീ ശ്രീ. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. months ബേബി രാത്രി ത്രൂ ഔട്ട് ഉറങ്ങാൻ സ്റ്റാർട്ട് ചെയ്തിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ബട്ട് 3 മണിക്ക് അല്ലെങ്കിൽ 4 മണിക്കെല്ലാം ഹി വിൽ വേക്ക് അപ്പ് ഫോർ ഹിസ് ഫസ്റ്റ് ഫീഡ് ഓഫ് ദ ഡേ. ഇപ്പോൾ ഒരു ദിവസം 5 അല്ലെങ്കിൽ 6 ബോട്ടിൽ മിൽക്കാണ് കുടിക്കേണ്ടത്. ആൻഡ് അബൌട്ട് 28 ounces ഇൻ ടോട്ടൽ. ഹി വിൽ സ്ലീപ്പ് അഗൈൻ ആഫ്റ്റർ ഫീഡ്. ഇപ്പോൾ തണുപ്പൊക്കെ തുടങ്ങിയതുകൊണ്ടും നമ്മുടെ ബിഗ് ബ്ലാങ്കറ്റ് സേഫ് അല്ലാത്തതുകൊണ്ടും ഈ ഒരു സ്ലീപ്പ് ബ്ലാങ്കറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഇത് ഫ്ലീസ് ബ്ലാങ്കറ്റ് ആയതുകൊണ്ട് മാക്സിമം വാംത്തും കിട്ടും. ആൻഡ് വി ആർ ഡൂയിങ് കോ സ്ലീപ്പിംഗ് റൈറ്റ് നൗ. ബാസിനെറ്റ് കഴിഞ്ഞ് ക്രിബ് ആക്കാനായിരുന്നു പ്ലാൻ. ബട്ട് ഞങ്ങൾ മൂവ് ചെയ്യണേ കൊണ്ട് ഇനി അവിടെ ചെന്ന് വാങ്ങാൻ കരുതി. സോ ഹീ ഈസ് സ്ലീപ്പിംഗ് വിത്ത് അസ് ഫോർ നൗ. ഫസ്റ്റ് മോർണിംഗ് നാപ്പിന്ന് ഏതാണ്ട് 6 മണിക്കെല്ലാം എണീക്കും. അപ്പോൾ പിന്നെ ഒരു ബോട്ടിൽ പാൽ കുടിക്കും. ഡയപ്പർ ചേഞ്ച് ചെയ്യുമ്പോൾ ഇനി നല്ലപോലെ ശ്രദ്ധിക്കണം. എസ്പെഷ്യലി ഇഫ് ദേ ആർ ലൈങ് ഡൗൺ ഹൈ. റോൾ ഓവർ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ കുറച്ച് നേരം ബാക്ക് യാർഡിൽ സ്പെൻഡ് ചെയ്യാറുണ്ട്. ബട്ട് അന്ന് റെയിൻ ആയിരുന്നു, പിന്നെ നല്ല തണുപ്പും ഉണ്ടായിരുന്നു. സോ വി സ്കിപ്ഡ് ഇറ്റ്. അത് കഴിഞ്ഞ് കുറച്ച് നേരം അലോൺ പ്ലേ ആണ്. 4th month സ്റ്റാർട്ടിങ്ങിലെല്ലാം ഇവൻ കമിഴാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പം നീന്താനുള്ള ട്രൈ ആണ് ഞങ്ങൾ. ബട്ട് പുള്ളിക്കാരന് അതത്ര ഇൻട്രസ്റ്റ് ഒന്നുമില്ല. ഈ ഏജിൽ ദേ വിൽ ലൈക്ക് ടു ഡു മോർ ടമ്മി ടു ബാക്ക് റോൾ ഓവർ. ഫ്രം ബർത്ത് ബേബീസിൻ്റെ ഫിസിക്കൽ പ്ലേ ഈസ് ലിങ്ക്ഡ് വിത്ത് ദെയർ സ്ലീപ്പ് ആൻഡ് ഫീഡ്. ദർ ആർ സ്റ്റഡീസ് ഓൺ ദാറ്റ്. സോ നന്നായി കഴിക്കണമെങ്കിലും ഉറങ്ങണമെങ്കിലും ദേ വിൽ നീഡ് സം ഫിസിക്കൽ പ്ലേ. ദിസ് ഇസ് ക്ലിയർ കോമൺ സെൻസ്. ബട്ട് പലപ്പോഴും നമ്മൾ മറന്നു പോണ കാര്യമാണ്. ഇനി വീണ്ടും ഒരു ഫീഡ് കഴിഞ്ഞ് ഉറങ്ങും. ഹി ലൈക്സ് ദിസ് സോങ് പൈസ് ലല്ലബൈ ഫ്രം ലൈഫ് ഓഫ് പൈ. അതാണിപ്പോൾ അവൻ്റെ ഒഫീഷ്യൽ ലല്ലബൈ ദാറ്റ് ട്രിഗേഴ്സ് ഹിസ് സ്ലീപ്പ്. നിങ്ങളുടെ ബേബീസിനെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇറ്റ്സ് സച്ച് എ സൂത്തിങ് കോമ്പോസിഷൻ. എനിവൺ വിൽ ഫോൾ അസ്ലീപ്പ്. ഹേ ഗൂഗിൾ, പ്ലേ ലൈഫ് ഓഫ് പൈ ലല്ലബൈ. We have cameras in the room. അപ്പോൾ അവൻ്റെ ചെറിയ അനക്കം കൊണ്ട് തന്നെ we'll get notifications. And Sandeep is working next door. Then again he wakes up around 9:30. അപ്പോഴേക്കും കുറച്ച് സണ്ണൊക്കെ വന്നിട്ട് വാമായിട്ടുണ്ടാവും. അപ്പോഴാണ് ഫൈനലി അവൻ്റെ വെയറബിൾ ബ്ലാങ്കറ്റ് ഊരുക. ആൻഡ് ബ്രേക്ക്ഫാസ്റ്റും കഴിക്കൽ ഇപ്പോഴാണ്. ഞാൻ സോളിഡ്സ് തുടങ്ങിയതിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പ്ലീസ് ചെക്ക് ദാറ്റ് ഔട്ട് ഫോർ മോർ ഇൻഫർമേഷൻ ഓൺ ദാറ്റ്. ബ്രേക്ക്ഫാസ്റ്റ് ടൈമിൽ എൻ്റെ വീട്ടിലേക്ക് വിളിക്കുന്ന ടൈമാണ്. Now he started smiling at them, make some sounds. അങ്ങനത്തെ കുറച്ച് കമ്മ്യൂണിക്കേഷനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. At this age they will be more social in general. പുറത്ത് പോകുമ്പോൾ വേറെ ആളുകളോടൊക്കെ ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട് ഇപ്പോൾ. And of course he expects them to communicate back. He had a diaper accident in between breakfast. This happens often. അപ്പോൾ ഫുഡൊക്കെ കഴിഞ്ഞു, ക്ലീനിങ്ങും കഴിഞ്ഞു, കുറച്ച് ലോഷനെല്ലാം മേത്ത് തേച്ച് he is getting ready for the day. ഈ ഏജിലെല്ലാം ഇവരുടെ നെക്ക്, ആംസ്, ലെഗ്സ് എല്ലാം സ്ട്രോങ്ങർ ആയിട്ടുണ്ടാവും. ആൻഡ് ഇത് തന്നെയാണ് ഇവരെ നീന്താനും എണീറ്റിരിക്കാനും സാധനങ്ങൾ ഗ്രാബ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യാം. ആൻഡ് ദേ നീഡ് ലോട്ട് ഓഫ് ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻസ്. ബേബീസ് നാച്ചുറലി ക്യൂരിയസ് ആണ്. അവരുടെ ക്യൂരിയോസിറ്റി നമ്മൾ എപ്പോഴും എൻകറേജ് ചെയ്യണം. ഈ ഒരു ബേബി ഫേസിൽ അത് ചെയ്യാൻ പറ്റുക ഇങ്ങനെ തിരിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യലാണ്. ഡു ഇറ്റ് ആസ് മച്ച് ആസ് യു ക്യാൻ. ഇനി അഗെയിൻ അവൻ്റെ പ്ലേ ടൈമാണ്. ഐ എം ട്രൈങ് ടു എൻകറേജ് ഹിം വിത്ത് ടോയ്സ്. അവനെ ടേൺ ചെയ്യാനായിട്ട് കുറച്ചുകൂടി ദൂരത്തേക്ക് നീക്കി നോക്കുന്നുണ്ട് ഫോർ ഹിം ടു എക്സ്റ്റെൻഡ് ഹിസ് ആംസ് ആൻഡ് ട്രൈ. ബട്ട് ഹീ ഈസ് നോട്ട് റെഡി. സോ കുറേ മടുപ്പിക്കേണ്ട. ദേ വിൽ ഇവൻച്വലി ഡു ഇറ്റ്. ഇപ്പം മൂപ്പർക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ഇങ്ങനെ ഇരിക്കലാണ്. ചില ബേബീസ് ഈ ടൈം ആകുമ്പോഴേക്കും ഇൻഡിപെൻഡൻ്റ്ലി ഇരിക്കും. ബട്ട് മോസ്റ്റ് ഓഫ് ദ ബേബീസ് ക്യാൻ സിറ്റ് വിത്ത് സപ്പോർട്ട് ബൈ ദിസ് ഏജ്. ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ്. എല്ലാ ബേബീസും ഡിഫറെൻ്റ് ആണ്. സോ ഡോണ്ട് സ്ട്രെസ് ഇറ്റ് ഔട്ട്. ബട്ട് ഇൻ ജനറൽ മൈൽ സ്റ്റോൺസിനെ പറ്റി അറിഞ്ഞിരിക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ബേബീനെ പാമ്പർ ചെയ്യൽ ഒരു തെറ്റേ അല്ല കേട്ടോ. ദേ ഷുഡ് ഗെറ്റ് മാക്സിമം ലവ് ഗ്രോയിങ് അപ്പ്. അതവർക്ക് ബെസ്റ്റാണ്. ആൻഡ് വി ആർ ബിൽഡിങ് എ ട്രസ്റ്റ് ഹിയർ. സോ പാമ്പർ, ഷോ യുവർ ലവ്, കിസ് ദെം ആൻഡ് എവറിഥിങ്. സിൻസ് ദേ കാൻറ്റ് ടോക്ക്, ഓൾ ദി സ്മോൾ ഗെസ്റ്റേഴ്സ് ആൻഡ് മൂമെൻറ്റ്സ് ആർ ദെയർ വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ. പ്ലേ കഴിഞ്ഞു, നെക്സ്റ്റ് ഫീഡ് ആൻഡ് നെക്സ്റ്റ് നാപ്പ് ടൈം ഒക്കെ ആയി. ഈ ഏജിൽ ഹി ഷുഡ് ബി സ്ലീപ്പിംഗ് ഫോർ 12 to 16 hours ഇൻ ടോട്ടൽ. 2 മോർണിംഗ് നാപ്പെങ്കിലും ഉണ്ടാവണം എന്നാണ് പറയുക. ആൻഡ് മിനിമം 10 to 12 hours നൈറ്റ് സ്ലീപ്പ്. Now when he wakes up he will have lunch. He is actually ensuring his safety with that clamp on my hair. അവരുടെ ഫൈൻ മോട്ടോർ സ്കിൽസ് ഒക്കെ നന്നായി ഡെവലപ്പായി വരികയാണ്. ആൻഡ് ദേ വിൽ ഗ്രാബ് എവറിത്തിങ് സ്ട്രോങ്ലി ലൈക്ക് എനിത്തിങ്. ഇറ്റ്സ് ക്യൂട്ട് ബട്ട് നല്ല പെയിൻഫുൾ ആണ്.
ഈ ഒരു കാലത്ത് അമ്മമാരെ പോലെ തന്നെ ബേബീസിൻ്റെ ഈക്വൽ റെസ്പോൺസിബിലിറ്റി എടുക്കുന്ന അച്ഛന്മാരുടെ കാലമാണ്. ആൻഡ് ഐ എം ലക്കി ടു ഹാവ് വൺ. ഹി ലവ്സ് ഹിസ് ഡാഡ് ദ മോസ്റ്റ്. Now it's his time to watch his mom and dad eat. ഇവൻ്റെ അടുത്തുനിന്ന് മാറിയ അവൻ കരയും. ആൻഡ് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഒടുക്കത്തെ വിശപ്പുമാണ്. സോ അവന് കാണാനൊരു ആക്ടിവിറ്റിയുമായി ഞങ്ങളുടെ ലഞ്ചും കഴിയും. പിന്നെ എങ്ങനെ ഭക്ഷണം കഴിക്കാമെന്ന് പഠിപ്പിച്ചു കൊടുത്ത പോലെ ആയില്ലേ. ജസ്റ്റ് കിഡിങ് ടോ. ഒരു പുതിയ സാൻഡ്വിച്ച് പ്ലേസ് വിച്ച് വി വാണ്ടഡ് ടു ട്രൈ ഫോർ എ ലോങ് ടൈം, അതാണിത്. സോ വി ബോത്ത് ഡിഡ്ന്റ് ഹാഡ് ദ പേഷ്യൻസ് ടു വെയിറ്റ്. ഈറ്റിംഗ് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് ഇപ്പോൾ ഈ ഫ്രൂട്ട് ഫീഡറിൻ്റെ യൂസ് സ്ഥിരമായി. അപ്പോൾ ഒരു റൈപ്പ് ബനാന അതിൽ വെച്ച് കൊടുക്കണം. വൺ മോർ തിങ് ഞാൻ മെൻഷൻ ചെയ്യാത്തത്, അവന് 2 to 4 പല്ലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ വി ആർ യൂസിങ് എ സിലിക്കൺ ബ്രഷ് ബിക്കോസ് ഡോക്ടർ പറഞ്ഞു അവന് ബ്രഷ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാൻ. അത് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, ബട്ട് വി സ്റ്റാർട്ടഡ് ടു ഡു ദാറ്റ്. ഇന്ന് അവൻ്റെ ലഞ്ച് പംകിൻ പ്യൂരിയാണ്. ഈ ഒരു ബാത്തിങ് സ്റ്റാൻഡ് ആമസോണിൽ ഓർഡർ ചെയ്തതാണ്. അത് അപ്പോൾ പൊട്ടിച്ച് അവിടെ വെച്ചപ്പോൾ അതിൻ്റെ മേലെ ഇവനെ വെച്ചു എന്ന് മാത്രം. നോട്ട് എ ബാഡ് ഐഡിയ ഇൻ ടേംസ് ഓഫ് സേഫ്റ്റി, ബട്ട് ആബ്സല്യൂട്ട്ലി എ നോ ഇൻ ടേംസ് ഓഫ് ഫീഡിങ് ഹാബിറ്റ്. I think washing is more cleaner than using wipes. ഞാൻ അത് മാക്സിമം ട്രൈ ചെയ്യാറുണ്ട്, ബട്ട് സംടൈംസ് ഐ വൈപ്പ് ആസ് വെൽ. നെക്സ്റ്റ് ഫീഡിങ് ചെയ്ത് ഉറക്കാൻ നോക്കുമായിരുന്നു, ബട്ട് അവൻ ഉറങ്ങണ പോലെ ഒന്നും ഉണ്ടായില്ല. അപ്പം ഞാൻ മെല്ലെ എൻ്റെ പണികൾ ചെയ്യാൻ തുടങ്ങി. ഹി ലവ്സ് ടു ബി പാർട്ട് ഓഫ് ഓൾ അവർ ആക്ടിവിറ്റീസ്. കുറേ നേരം ട്രൈ ചെയ്തിട്ട് ഉറങ്ങിയില്ല. അപ്പം ഞാൻ മെല്ലെ ബെഡിക്ക് കൊണ്ടുവന്നിട്ട് ഐ ആക്റ്റഡ് ലൈക്ക് ഐ വാസ് സ്ലീപ്പിംഗ്. അങ്ങനെ മെല്ലെ മെല്ലെ ഉറങ്ങിക്കോളും. ദിസ് ഈസ് എ ന്യൂ ടെക്നിക് ഐ എം യൂസിങ്. ബട്ട് ഇന്ന് അവൻ ഉറങ്ങാൻ യാതൊരു ഉദ്ദേശമില്ല. റോൾ ഓവർ ചെയ്യാനാണ് നോക്കണത്. സോ ഞാൻ മെല്ലെ എടുത്ത് പിന്നെ ഉറക്കാൻ ട്രൈ ചെയ്തു. ആൻഡ് ഹി സ്ലെപ്റ്റ്. ഒരു 6 മണിക്കെല്ലാം എണീക്കും. ഹി വിൽ ഹാവ് എ മിൽക്ക് ആൻഡ് പ്ലേ വിത്ത് ദാറ്റ്. ഇപ്പം ചെയ്യുന്ന മെയിൻ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ബുക്സ് വായിച്ചു കൊടുക്കലാണ്. ഓരോ ഇമേജസ് പോയിൻ്റ് ചെയ്തിട്ട് അതിൻ്റെ പേരോ കളറോ ഒക്കെ പറയണത് നല്ല ഐഡിയ ആണ്. ഇറ്റ്സ് ഗുഡ് ഫോർ ഏർലി ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ്. റിപ്പീറ്റ് ദ ബുക്സ്. ബേബീസ് ലവ് റിപ്പീറ്റേഷൻ. ഒരുപാട് ബുക്സ് ഒന്നും ആവശ്യമില്ല, 2 ബുക്കേ ഉള്ളൂ വെച്ചാൽ അതിനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഡിന്നറിന് ഈ റെഡിമെയ്ഡ് പിയർ പ്യൂരിയാണ് കൊടുക്കണേ. ഐ ഡോണ്ട് ലൈക്ക് ഗിവിങ് ദീസ്, ബട്ട് സംടൈംസ് ഐ ഡു വെൻ ദർ ആർ നോ ഫ്രൂട്ട്സ് ഹാൻഡി. ആൻഡ് ഇന്ന് അവന് ഫൈബറായിട്ടൊന്നും കൊടുത്തില്ല, സോ ഞാൻ ഇത് കൊടുക്കണം. ഈ ഒരു ആക്ടിവിറ്റി ക്യൂബ് ഹി ലവ്സ് എ ലോട്ട്. വേറൊരു കാര്യം, ബേബീസ് ചെറിയ ചെറിയ സാധനങ്ങൾ വേഗം കണ്ടുപിടിച്ച് വായിലിടാൻ ട്രൈ ചെയ്യും. സോ ബി കെയർഫുൾ വിത്ത് ദാറ്റ്. വേറെ മൈൽ സ്റ്റോൺസ് ആയിട്ട് പറയാനുള്ളത്, ഒരു കൈയിൽ നിന്ന് വേറൊരു കൈക്ക് ടോയ് മാറ്റൽ ഇപ്പോൾ തുടങ്ങും. ഇതുവരെ 2 കൈ കൊണ്ട് ഒരു ടോയ് പിടിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ദേ ക്യാൻ ഡു ഇറ്റ് വിത്ത് ബോത്ത് ഹാൻഡ്സ് സെപ്പറേറ്റ്ലി. ബുക്സ് വായിച്ചു കൊടുക്കണ പോലെ തന്നെ മിറർ പ്ലേ ഈസ് റെക്കമെൻഡഡ് അറ്റ് ദിസ് ഏജ്. നോട്ട് ജസ്റ്റ് ദിസ് ഏജ്, മിറർ പ്ലേ ഈസ് ഗുഡ് ഫോർ ഓൾ ദ ഏജസ്. അങ്ങനെ ഫൈനലി ആ സ്റ്റാൻഡ് ബാത്റൂമിലെത്തി. നേരത്തെ അവനെ കുളിപ്പിച്ചിരുന്ന ടബ് ഞങ്ങൾ ഡൊണേറ്റ് ചെയ്തു ആൻഡ് ആ ടേബിൾ സെൽ ചെയ്തു. അപ്പോൾ ഇനി കുറച്ച് ദിവസം ഇങ്ങനെയൊക്കെയാണ്, കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ടിൽ വി മൂവ്. ആൻഡ് ഐ ഫോർഗോട്ട് ടു ടെൽ, ഞാൻ വിറ്റമിൻ ഡി കൊടുക്കാറുണ്ട്, ഡെയിലി കൊടുക്കാറുണ്ട് 1 ml. രാത്രി ഉറങ്ങണതിൻ്റെ മുന്നേയുള്ള കുളി ബെസ്റ്റാണ്. ദേ സ്ലീപ്പ് ലോങ്ങർ ആൻഡ് ബെറ്റർ. ഒരു മോയ്സ്ചറൈസർ വെച്ച് ചെറിയ മസാജ് കൂടി കൊടുത്താൽ ഇറ്റ് വിൽ ട്രിഗർ ദെയർ സ്ലീപ്പ് ഈവൻ മോർ. ആൻഡ് സെയിം ലൈക്ക് മോർണിംഗ് അവനെ വെയറബിൾ പുതപ്പിൽ കയറ്റാണ്. നൗ ദ ലാസ്റ്റ് ഫീഡ് ഓഫ് ദി ഡേ ആൻഡ് ദെൻ സ്ലീപ്പ്. ഒരു 8 മണിയുടെ മുന്നേ കുറക്കാൻ നോക്കാറുണ്ട്. ഇറ്റ്സ് ഓൾവേസ് ഗുഡ് ടു ഫോളോ എ റുട്ടീൻ. ബേബീസ് ഷുഡ് ബി ഏബിൾ ടു പ്രെഡിക്റ്റ് വാട്ട് ഈസ് കമ്മിങ് നെക്സ്റ്റ്. ദാറ്റ്സ് ഇറ്റ്. അതൊക്കെയാണ് അപ്പോൾ എൻ്റെ 6 month ഓൾഡിൻ്റെ ഒരു ഡേ. ഈ വീഡിയോ ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുമെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്. വേറൊരു ബ്യൂട്ടിഫുൾ വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ ആൻഡ് ലോട്ട്സ് ഓഫ് ലവ്.